Students, welcome to our channel Physics for Pressure with Mohan. നമ്മുടെ ഈ ചാനലിൽ മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റ്സുമായി ബന്ധപ്പെട്ടുള്ള 6 വീഡിയോസാണ് ഇതുവരെ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. നിങ്ങളുടെ NCERT ടെക്സ്റ്റ് ബുക്കിലെ ടോപ്പിക് വൈസുള്ള ക്ലാസ്സുകളാണ് ചാനൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത്തരം വീഡിയോസ് നിങ്ങൾ കാണാൻ ബാലൻസ് ഉള്ളവരൊക്കെ കാണുക. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന പുതിയ ഒരു ടോപ്പിക്കാണ് നിങ്ങളുടെ NCERT ടെക്സ്റ്റ് ബുക്കിലെ തന്നെ സെക്ഷൻ 4.1 ആയിട്ടുള്ള force between two parallel currents, and we will define the definite ampere, the SI unit of current. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്കൊന്ന് ബാക്കിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിച്ച പ്രധാന കോൺസെപ്റ്റ്സ് എന്ന് പറയുന്നത് ഒന്ന് ഓർസെറ്റ് എക്സ്പെരിമെൻ്റ് ആയിരുന്നു. രണ്ടാമത് എന്തായിരുന്നു? ഫോഴ്സ് ആക്ടിങ് ഓൺ എ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ. എൽ എന്നുള്ള കണ്ടക്ടർ ബി എന്നുള്ള മാഗ്നറ്റിക് ഫീൽഡ് വെച്ച് കഴിഞ്ഞാൽ അവിടെ അനുഭവപ്പെടുന്ന ഫോഴ്സ് F = IL × B. അതേപോലെ മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി. അതേപോലെ ടോട്ടൽ ലോറൻസ് ഫോഴ്സ് ഈക്വേഷൻസ് ഒക്കെ കാണുകയുണ്ടായി. അതിനുശേഷം സൈക്ലോട്രോണിൻ്റെ പ്രിൻസിപ്പൽ, അതിൻ്റെ കൺസ്ട്രക്ഷൻ വർക്കിംഗ് ഒക്കെ തന്നെ നമ്മൾ പ്രീവിയസ് ക്ലാസ്സുകളിൽ കാണുകയുണ്ടായി. ബയോട്ട് സാവർട്ട് ലോയും അതുമായി ബന്ധപ്പെട്ട അതിൻ്റെ ആപ്ലിക്കേഷൻ, കറണ്ട് ഫ്ലോയിങ് ത്രൂ എ സർക്കുലർ കോയിൽ, അതിൻ്റെ ഡെറിവേഷനൊക്കെ നമ്മൾ പറയുകയുണ്ടായി. ദെൻ വി മൂവ് ഓൺ ടു ആംപിയർ സർക്യൂട്ട് ലോ എന്താണെന്നുള്ളതും അതിൻ്റെ അപ്ലിക്കേഷൻസ് ആയിട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു ഇൻഫിനിറ്റി ലോങ് കറണ്ട് ക്യാരിയിങ് വയർ, അതേപോലെ സോളിനോയിഡ്, ടോറോയിഡ്, ഈ കാര്യങ്ങളൊക്കെ തന്നെ വ്യക്തമായി നമ്മൾ കാണുകയുണ്ടായി. അപ്പോൾ നിങ്ങൾ ബാലൻസ് കാണാനുള്ളവരൊക്കെ തന്നെ ആ വീഡിയോസൊക്കെ തന്നെ വ്യക്തമായി കാണുക. അതിനുശേഷം മാത്രമാണ് ഈ ക്ലാസ് കേൾക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ കണ്ടിന്യൂറ്റി കിട്ടും. അപ്പോൾ ഈ വീഡിയോ കാണുന്നതിന് വേണ്ടി നിങ്ങൾ ചാനൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് തുടങ്ങാം. ഫോഴ്സ് ബിറ്റ്വീൻ ടു പാരലൽ കറണ്ട്സ്. നമ്മൾ മുന്നേ പഠിച്ച രണ്ട് കൺസെപ്റ്റുകളാണ്. ഒന്ന് ബയോട്ട് സാവർട്ട് ലോ. വാട്ട് വാസ് ബയോട്ട് സാവർട്ട് ലോ? മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു എ കറണ്ട് ക്യാരിയിങ് എലമെൻറ്റ് ഈസ് ഗിവൺ ബൈ ദി ഇക്വേഷൻ dB = μ0/4π IDL sin θ / r². നമ്മൾ കേട്ടതാണ്. dB = μ0/4π IDL sin θ / r², where IDL is the current element, R is the distance between the current element and the point. So like this. So this is our R, current element DL, and I is the current, and this is the point P. This angle is theta. Then magnetic field at this point is given by μ0/4π IDL. Theta is the angle between the displacement vector and the current element, and R is the displacement vector. Okay. Also, we studied, if you place a current carrying conductor of length L in a magnetic field B, it will experience a force F = IL × B, or F = ILB. If L is perpendicular to B, it will experience a force F = ILB. ഓക്കെ. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും വെച്ചുകൊണ്ട് നമുക്കിത് കണക്ട് ചെയ്തുകൊണ്ട് വേറൊരു കൺസെപ്റ്റിലേക്ക് എത്താം. ഇഫ് യു പ്ലേസ് ടു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടേഴ്സ്, ഞാൻ ബോർഡിൽ വരച്ചിരിക്കുന്ന രണ്ട് കറണ്ട് ക്യാരിയിങ് കണ്ടക്ടേഴ്സാണ്. എ എന്നുള്ളൊരു കണ്ടക്ടറും ബി എന്നുള്ള രണ്ട് കണ്ടക്ടറും വരച്ചിരിക്കുകയാണ്. ഇതിൻ്റെ ഇടയ്ക്കുള്ള ഒരു സെപ്പറേഷൻ അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ആണ് ഡി എന്ന് പറയുന്നത്. ദിസ് ഡിസ്റ്റൻസ് ഈസ് ഡി. ഇഫ് യു കൺസിഡർ ആൻ അറേഞ്ച്മെൻറ്റ് ലൈക്ക് ദിസ്, വാട്ട് വിൽ ഹാപ്പൻ? നമുക്കറിയാം, ഈ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിന് ചുറ്റുമായിട്ട് ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. എ എന്നുള്ള കണ്ടക്ടറിന് ഇവിടെ കൊടുക്കുന്ന കറണ്ട് I ആണ്. അതിന് ചുറ്റുമായിട്ട് ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. ആ മാഗ്നറ്റിക് ഫീൽഡാണ് ആരിയിരിക്കുന്നത്? ബി എന്നുള്ള കണ്ടക്ടർ ഇരിക്കുന്നത്. സോ നമ്മൾ പഠിച്ച മുന്നത്തെ പ്രിൻസിപ്പൽ പ്രകാരം ദിസ് കണ്ടക്ടർ വിൽ എക്സ്പീരിയൻസ് എ ഫോഴ്സ്. സിമിലർലി ദിസ് കണ്ടക്ടർ ഐ ബി എന്നുള്ള കറണ്ട് ബി എന്നുള്ള കണ്ടക്ടറിലൂടെയാണ് പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് അവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുന്നു. ആ മാഗ്നറ്റിക് ഫീൽഡാണ് എന്തുണ്ടാവുന്നത്? ഐ എന്നുള്ള കണ്ടക്ടർ ഇരിക്കുന്നത്. അതുകൊണ്ട് അതിൻ്റെ ഫലമായിട്ട് അവിടെയും ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ്. സോ ദ ടു കണ്ടക്ടേഴ്സ് വിൽ എക്സ്പീരിയൻസ് എ മാഗ്നറ്റിക് ഫോഴ്സ് ഓൺ ഈച്ച് അതർ. ഇതിനെക്കുറിച്ച് ആദ്യമായി പഠിച്ചത് ആംപിയർ എന്നുള്ള സയൻറ്റിസ്റ്റാണ്. ആംപിയർ in 1820 to 25 ഈ പീരീഡിലായിട്ട് he studied about the nature of this force, and he found that this force depends on the magnitude of the current and shape and size of the conductor, and also the distance between the two conductors. ഈ കാര്യങ്ങളൊക്കെ ഡിപ്പെൻഡ് ചെയ്തതായിട്ട് കണ്ടു. അപ്പോൾ നമുക്ക് ഏറ്റവും സിമ്പിൾ കേസ് ആയിട്ടുള്ള രണ്ട് പാരലൽ കണ്ടക്ടേഴ്സിൻ്റെ ഇടയ്ക്ക് അനുഭവപ്പെടുന്ന മാഗ്നറ്റിക് ഫോഴ്സിൻ്റെ എക്സ്പ്രഷൻ കണ്ടെത്തണം. അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഡയഗ്രാം നിങ്ങൾ ശ്രദ്ധിക്കുക. രണ്ട് കണ്ടക്ടേഴ്സ് പറഞ്ഞു, എയും ബിയും. അതിൻ്റെ ഇടയ്ക്കുള്ള സെപ്പറേഷനാണ് ഡി. ഐ എ എന്നുള്ള കറണ്ട് ഇതിലൂടെ പോകുന്നു, ഐ ബി എന്നുള്ള കറണ്ട് ഇങ്ങനെ പോകുന്നു. ദീസ് ടു ആർ പാരലൽ കറണ്ട്സ്. പാരലൽ കറണ്ട്സ് പറഞ്ഞാൽ ഒരേ ഡയറക്ഷനിൽ പോകുന്ന കറണ്ട്സാണ് പാരലൽ കറണ്ട്സ്. നമുക്കറിയാം, ഐ എ എന്നുള്ള കറണ്ട്
എ എന്നുള്ള കണ്ടക്ടറിലൂടെ പോകുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. എങ്ങനെയാണ് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ കിട്ടുക? മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ നമ്മൾ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ ഉപയോഗിച്ചാൽ മതി. അതായത് തമ്പ് എന്നുള്ളത് കറണ്ടിൻ്റെ ഡയറക്ഷനാണ്, ഈ സറൗണ്ടിങ് ഫിംഗേഴ്സ് കാണിക്കുന്ന മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷനാണ്. അപ്പോൾ ഈ ഐ എന്നുള്ള കറണ്ട് പോകുന്നതിൻ്റെ ഫലമായിട്ട് ഇതിന് ചുറ്റുമായിട്ട് എന്തുണ്ടാവും? ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. ആ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ പിക്ചറൈസേഷൻ നമുക്ക് എങ്ങനെ കാണിക്കാം? ദിസ് ഈസ് ദ മാഗ്നറ്റിക് ഫീൽഡ് അറൗണ്ട് ദി കണ്ടക്ടർ ബി. ഓക്കെ, നമ്മുടെ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ പ്രകാരം ഇതിൻ്റെ ഡയറക്ഷൻ ഇങ്ങോട്ടായിരിക്കും, അത് ഇറ്റ് ഈസ് ഇൻ ടു ദ ബോർഡ്. ആ ഒരു മാഗ്നറ്റിക് ഫീൽഡിലാണ് നമ്മൾ ബി എന്നുള്ള കണ്ടക്ടറിനെ വെച്ചിരിക്കുന്നത്. അവിടെ ബി എ, അതായത് മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു ദ കണ്ടക്ടർ എ എന്നുള്ളതിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഇൻ ടു ദി ബോർഡ്. നമ്മൾ ഇങ്ങനെ കാണിക്കുന്ന ഒരു ക്രോസ് മാർക്ക് കാണിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഡയറക്ഷൻ നേരെ ഉള്ളിലേക്കാണ്. അവിടെയാണ് നമ്മൾ ബി എന്നുള്ള ഈ കണ്ടക്ടറിനെ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ആദ്യം ബി എയുടെ എക്സ്പ്രഷൻ എഴുതാം. വാട്ട് ഈസ് ബി എ? ബി എ ഇസ് ഈക്വൽ ടു മ്യൂ നോട്ട് ഐ എ ഡിവൈഡഡ് ബൈ 2πd. നമ്മളിവിടുന്ന് പഠിച്ചതാണ്. അതായത് മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു ഇൻഫിനിറ്റ്ലി ലോങ് കറണ്ട് ക്യാരിങ് വയർ ആംബിയർ സർക്യൂട്ടലിലൂടെ ആപ്ലിക്കേഷൻ പ്രകാരം മാഗ്നറ്റിക് ഫീൽഡ് ബി ഇസ് ഈക്വൽ ടു മ്യൂ നോട്ട് ഐ ബൈ 2πr എന്നുള്ള മ്യൂ നോട്ട് ഐ ബൈ 2πr. അതേ സിറ്റുവേഷൻ തന്നെ ഇവിടെ ഐ എ എന്നുള്ള കറണ്ടാണ് ഇതിലൂടെ പോകുന്നത്. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് മ്യൂ നോട്ട് ഐ എ ഡിവൈഡഡ് ബൈ 2πd എന്നുള്ളതാണ്. ഓക്കെ, ഈ മാഗ്നറ്റിക് ഫീൽഡിലാണ് നമ്മൾ ബി എന്നുള്ള കണ്ടക്ടറിനെ വെച്ചിരിക്കുന്നത്. നോക്കൂ, ബി എന്നുള്ള കണ്ടക്ടർ ഇരിക്കുന്ന ഈ തരത്തിലാണ്. ഇവിടെ പോകുന്ന കറണ്ട് ഐ ബി ആണ്. അപ്പോൾ അവിടെ അനുഭവപ്പെടുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് എഫ് ഇസ് ഈക്വൽ ടു ഐ എൽ ക്രോസ് ബി എന്നുള്ളതായിരിക്കും. ഐ എൽ ക്രോസ് ബി. നമ്മളിവിടെ എടുത്തിരിക്കുന്ന ഈ കണ്ടക്ടർ ഇറ്റ് ഈസ് ആക്ച്വലി ഐഡിയലി ഷുഡ് ബി ഇൻഫിനിറ്റ്ലി ലോങ് ലെങ്ത്, ബട്ട് ഇൻ ദ ലാംഗ്വേജ് ഓഫ് ഫിസിക്സ് ഇറ്റ് ഈസ് വെരി ലെങ്തി. അവിടെ ലെങ്ത് ആയിട്ടുള്ള ഒരു കണ്ടക്ടറാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ ഒരു ചെറിയ സെക്ഷനാണ് എൽ. ഒരു ഡെഫിനറ്റായ ഒരു പോർഷനാണ് നമ്മൾ എൽ എന്ന് എടുത്തിരിക്കുന്നത്. അപ്പോൾ എൽ എന്നുള്ള ഈ ലെങ്ത്തിൽ അനുഭവപ്പെടുന്ന ഫോഴ്സ് എന്തായിരിക്കും? എഫ് ഇസ് ഈക്വൽ ടു ഐ എൽ ക്രോസ് ബി എന്നുള്ളതായിരിക്കും. എൽ എന്നുള്ള ഇങ്ങനെയാണ്. അപ്പോൾ ബി എന്നുള്ള ഡയറക്ഷൻ നേരെ ഉള്ളിലേക്കാണ്, എൽ ഇങ്ങനെയാണ്. അപ്പോൾ എല്ലും ബിയും തമ്മിലുള്ള ആംഗിൾ ഇവിടെ എന്താണ്? 90 ഡിഗ്രിയാണ്. അപ്പോൾ എഫ് ഇസ് ഈക്വൽ ഐ എൽ ക്രോസ് ബി എന്നുള്ള എന്തായി മാറും? എഫ് ഇസ് ഈക്വൽ ടു ഐ എൽ ബി. അപ്പോൾ ഇവിടെ അനുഭവപ്പെടുന്ന ഫോഴ്സ് എന്തായിരിക്കും? അതായത് ബി എന്നുള്ള കണ്ടക്ടറിന് എ എന്നുള്ള കണ്ടക്ടറിലൂടെ പോകുന്ന കറണ്ട് ഐ എൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് കൊണ്ട് ഉണ്ടാകുന്ന ഫോഴ്സ് എന്തായിരിക്കും? ഇങ്ങനെ എഴുതാം നമുക്ക്. ഫോഴ്സ് എക്സ്പീരിയൻസ് ബൈ ദി കണ്ടക്ടർ ബി ഡ്യൂ ടു ദി കണ്ടക്ടർ എ ഈസ് ഈക്വൽ ടു എങ്ങനെയായിരിക്കും? ഏതിലൂടെ പോകുന്ന കറണ്ടാണ് ഇവിടെ ഫീൽഡ് ഫോഴ്സ് ഉണ്ടാക്കുന്നത്? ഐ ബി ദെൻ എൽ ഇൻറ്റു ബി എ. അതായത് ബി എ എന്നുള്ള മാഗ്നറ്റിക് ഫീൽഡാണ് ഈ ബി എന്നുള്ള കണ്ടക്ടർ വെച്ചിരിക്കുന്നത്. അതിലൂടെ പോകുന്ന കറണ്ട് എന്ന് പറയുന്നത് ഐ ബി ആണ്. അപ്പോൾ എഫ് ബി എ ഇസ് ഈക്വൽ ടു ഐ ബി എൽ ഇൻറ്റു ബി എ. ക്ലിയർ ആയല്ലോ? നമുക്ക് ആ ബി എ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ എഫ് ബി എ ഇസ് ഈക്വൽ ടു എന്ത് വരും? ഐ ബി എൽ മ്യൂ നോട്ട് ഐ എ ഡിവൈഡഡ് ബൈ 2πd. ഓക്കെ, സോ എഫ് ബി എ ഇസ് ഈക്വൽ ടു നമുക്കിങ്ങനെ എഴുതാം. മ്യൂ നോട്ട് ഐ എ ഐ ബി എൽ ഡിവൈഡഡ് ബൈ 2πd. ദിസ് ഈസ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദി ഫോഴ്സ് എഫ് ബി എ. എങ്ങനെയായിരിക്കും എഫ് ബിയുടെ ഡയറക്ഷൻ? അതായത് നമ്മൾ മാഗ്നിറ്റ്യൂഡ് ആയിരിക്കുന്ന എഫ് ബിയുടെ ഡയറക്ഷൻ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഡയറക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ പ്രകാരം നമുക്ക് എങ്ങനെ ഡയറക്ഷൻ കണ്ടെത്താം? നോക്കുക, ഇവിടെ നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡ് കാണിച്ചിരിക്കുന്നത് നേരെ ഇതിൻ്റെ ഉള്ളിലേക്കായിട്ടാണ്, ബോർഡിൻ്റെ ഉള്ളിലേക്കായിട്ടാണ്. കറണ്ട് എന്ന് പറയുന്നത് നേരെ മുകളിലേക്കാണ്. അപ്പോൾ നോക്കൂ, എൻ്റെ ഈ 4 ഫിംഗർ നേരെ ബോർഡിനകത്തേക്കാണ്, ഈ സെൻറ്റർ ഫിംഗർ നേരെ മുകളിലേക്കാണ്. അപ്പോൾ തമ്പ് നേരെ എങ്ങോട്ടാണ് പറഞ്ഞിരിക്കുന്നത്? ലെഫ്റ്റിലേക്ക്. ദറ്റ് ഈസ് ടുവേഴ്സ് ദ കണ്ടക്ടർ എ. അപ്പോൾ നമുക്കതിൻ്റെ ഡയറക്ഷൻ കാണിക്കാം. ദറ്റ് ഈസ് എഫ് ബി എ. ഡയറക്ഷൻ എന്ന് പറയുന്നത് എഫ് ബി എയുടെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി ദിസ് വേ, ദറ്റ് ഈസ് ടുവേഴ്സ് ദി ലെഫ്റ്റ്. അപ്പോൾ നമുക്ക് എഫ് ബിയുടെ ഡയറക്ഷൻ കിട്ടി, എഫ് ബിയുടെ മാഗ്നിറ്റ്യൂഡും കിട്ടി. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി ആവർത്തിക്കുകയാണ്. അതായത് എ എന്നുള്ള കണ്ടക്ടറിലൂടെ ഐ എ എന്നുള്ള കറണ്ട് ഒഴുകുന്നതിൻ്റെ ഫലമായിട്ട് അവിടെ ഉണ്ടായ മാഗ്നറ്റിക് ഫീൽഡാണ് ബി എ ഇസ് ഈക്വൽ ടു മ്യൂ നോട്ട് ഐ എ ഡിവൈഡഡ് ബൈ 2πd. ഈ മാഗ്നറ്റിക് ഫീൽഡിലാണ് ബി എന്നുള്ള കണ്ടക്ടർ ഇരിക്കുന്നത്. ആ ഇരിക്കുന്നതിൻ്റെ ഫലമായിട്ട് അവിടെ അതിനൊരു ഫോഴ്സ് അനുഭവപ്പെടുന്നു. അതായത് മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ വെച്ചാൽ അവിടെ ആ കണ്ടക്ടറിന് ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നു. ആ ഫോഴ്സിനാണ് എഫ് ബി എ നമ്മൾ ഡിനോട്ട് ചെയ്ത്. അതായത് ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ ദ കണ്ടക്ടർ ബി ഡ്യൂ ടു ദ കണ്ടക്ടർ എ ഇസ് ഈക്വൽ ടു ഐ ബി. പറഞ്ഞാൽ നമ്മൾ ഏത് കണ്ടക്ടറാണ് കൺസിഡർ ചെയ്യുന്നത് അതിലൂടെ പോകുന്ന കറണ്ട് ഇൻറ്റു നമ്മൾ കൺസിഡർ ചെയ്ത ലെങ്ത് എൽ ഇൻറ്റു ബി എ, ദാറ്റ് ഈസ് ഈക്വൽ ടു ഐ ബി എൽ ഇൻറ്റു മ്യൂ നോട്ട് ഐ എ ഡിവൈഡ് ബൈ 2πd. അപ്പോൾ എഫ് ബി ഐ ഇസ് ഈക്വൽ ടു നമുക്ക് തന്നെ എഴുതാം മ്യൂ നോട്ട് ഐ എ ഐ ബി എൽ ഡിവൈഡ് ബൈ 2πd. ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ പ്രകാരം ഇതിൻ്റെ ഡയറക്ഷൻ നേരെ
ടുവേഴ്സ് ദ കണ്ടക്ടർ എ ആയിരിക്കും, ഓർ ഇറ്റ് വിൽ ബി ടുവേഴ്സ് ലെഫ്റ്റ്. ഇനി അടുത്തൊരു സിറ്റുവേഷൻ കൺസിഡർ ചെയ്യാം. അതായത് ഇതേ സിറ്റുവേഷൻ പോലെ തന്നെ ബി എന്നുള്ള കണ്ടക്ടർ എടുക്കുക. അപ്പോൾ അതിലൂടെ പോകുന്ന കറണ്ടാണ് ഏത്? IB എന്നുള്ള കറണ്ട്. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് അവിടെ ഉണ്ടാവുന്ന മാഗ്നറ്റിക് ഫീൽഡ് എന്തായിരിക്കും? ഇതുപോലെ എങ്ങനെ എഴുതാൻ പറ്റും? മാഗ്നറ്റിക് ഫീൽഡ് എഴുതുമ്പോൾ BB എന്നുള്ളത് എന്തായിരിക്കും? BB is equal to mu0 IB divided by 2πd. ഓക്കെ, അതായത് ഈ കറണ്ടിൻ്റെ ഫലമായിട്ട് ഇതിന് ചുറ്റുമുണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് നമുക്കിവിടെ വരച്ച് കാണിക്കാം. എങ്ങനെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ എങ്ങനെ മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെ കാണിക്കാൻ പറ്റും? ഇറ്റ് ഈസ് അഗൈൻ ഗിവൺ ബൈ തമ്പ് റൂൾ. ഇപ്പോൾ തമ്പ് റൂൾ പ്രകാരം നമുക്കിവിടെ കോൺസെൻട്രിക് സർക്കിൾസ് വരയ്ക്കാം. കോൺസെൻട്രിക് സർക്കിൾസ് ഈ തരത്തിൽ വരയ്ക്കുമ്പോൾ ഇതിൻ്റെ ഡയറക്ഷൻ കൊണ്ടായിരിക്കും ഇറ്റ് ഈസ് ഈ തരത്തിൽ ഇവിടെ വരുന്ന സമയത്ത് ഇറ്റ് വിൽ ബി ടുവേഴ്സ് എസ്. ഈ തരത്തിൽ ഇങ്ങോട്ട് പുറത്തേക്കായിരിക്കും വരും. ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ പിടിക്കുന്ന സമയത്ത് ഇറ്റ് വിൽ ബി ടുവേഴ്സ് എസ്. അപ്പോൾ നമുക്കിവിടെ BBയുടെ ഡയറക്ഷൻ എങ്ങനെ കാണിക്കാം? ഒരു ഡോട്ട് മാർക്ക് ഇട്ടിട്ട് കാണിക്കാം. ഈസ് ടുവേഴ്സ് എസ്. ഓക്കെ, ഇനി ഇവിടെ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡാണ് ഇപ്പോൾ എഴുതിയത് BB എന്നുള്ളത്. ഈ മാഗ്നറ്റിക് ഫീൽഡിലാണ് എ എന്നുള്ള കണ്ടക്ടർ ഇരിക്കുന്നത്. അതിൻ്റെ ഫലമായിട്ട് എ എന്നുള്ള കണ്ടക്ടറും എന്ത് അനുഭവപ്പെടും? ഒരു ഫോഴ്സ് അനുഭവപ്പെടും. അതെങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? FA, ഫോഴ്സ് എക്സ്പീരിയൻസ് ബൈ ദ കണ്ടക്ടർ A ബൈ B ഇസ് ഈക്വൽ ടു എന്ത് വരും? ഇതിലൂടെ ഒഴുകുന്ന കറണ്ട് IAL, ഒരു L എന്നുള്ള ലെങ്ത് ഇവിടെ എടുക്കുന്നു. അതുപോലെ BB. അപ്പോൾ എന്ത് വരും? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇതേപോലെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ BB കൊടുക്കുന്നു, IA കൊടുക്കുമ്പോൾ നമുക്ക് നേരത്തെ കിട്ടിയിരിക്കുന്ന എക്സ്പ്രഷൻ പോലെ mu0 IA IB ഡിവൈഡ് ബൈ 2πd ഇൻറ്റു L. നേരത്തെ കിട്ടിയിരിക്കുന്ന FBA എന്നുള്ള അതിൻ്റെ എക്സ്പ്രഷൻ എന്തായിരുന്നു? mu0 IA IB ഡിവൈഡ് ബൈ 2πd ഇൻറ്റു L. രണ്ടിൻ്റെയും മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്. ഓക്കെ, നേരത്തെ കിട്ടിയ മാഗ്നിറ്റ്യൂഡ് ഇതായിരുന്നു, ഇപ്പോൾ കിട്ടിയ മാഗ്നിറ്റ്യൂഡ് രണ്ടിൻ്റെയും മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്. FBAയും FABയുടെയും മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്. എന്തായിരിക്കും FABയുടെ ഡയറക്ഷൻ നമ്മൾ കണ്ടെത്താം. FABയുടെ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ കണ്ടെത്താം? ഇവിടെയാണ് നമ്മൾ നോക്കേണ്ടത്. ഇവിടെ നമ്മുടെ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ അപ്ലൈ ചെയ്യുക. അങ്ങനെ റൂൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് കറണ്ട് എങ്ങോട്ടാണ് പോകുന്നത്? കറണ്ട് ഈസ് അപ്വേർഡ്സ്. അതുപോലെ ഫീൽഡ് എങ്ങോട്ടാണ്? ഫീൽഡ് ഇറ്റ് ഈസ് ടുവേഴ്സ് എസ്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നോക്കൂ, ഞാനിങ്ങനെ പിടിക്കുന്ന സമയത്ത് നമ്മുടെ ഈ സെൻറ്റർ ഫിംഗർ നേരെ മുകളിലേക്കാണ്, ഈ ഫോർ ഫിംഗർ നേരെ ടുവേഴ്സ് എസ് അല്ലെങ്കിൽ നിങ്ങളുടെ നേരെയാണ്. അപ്പോൾ ഈ തമ്പ് നേരെ ഇങ്ങോട്ടായിട്ട് ഈ തരത്തിലായിരിക്കും. അപ്പോൾ ഈ കാണിച്ചിരിക്കുന്ന ഇങ്ങോട്ടായിരിക്കും ഇതിൻ്റെ ഡയറക്ഷൻ FABയുടെ ഡയറക്ഷൻ. ദാറ്റ് ഈസ് FAB എന്നുള്ളത് നമുക്ക് എങ്ങനെ കാണിക്കാം? FAB is equal to in this direction. That is, it is towards right or towards the conductor B. അപ്പോൾ വെക്ടറിക്കലി നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? FBA is equal to minus FAB അല്ലേ? അതായത് FBA എന്നുള്ള ഫോഴ്സിൻ്റെ ഡയറക്ഷൻ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്കാണെങ്കിൽ ഇതിൻ്റെ ഡയറക്ഷൻ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കാണ്. അപ്പോൾ ഇതിൻ്റെയും രണ്ടിൻ്റെയും മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്, പക്ഷേ ഇതിൻ്റെ ഡയറക്ഷൻ ഓപ്പോസിറ്റാണ്. ഡയറക്ഷൻ ഓപ്പോസിറ്റിൻ്റെ ഫലമായിട്ട് ഇവിടെ എന്താണ്ടാവുക? ഇവിടെ ന്യൂട്ടൺസ് തേർഡ് റൂൾ പ്രകാരം ദീസ് ടു ആർ ഈക്വലൻ്റ് ഓപ്പോസിറ്റ് ഫോഴ്സസ്. സോ ദീസ് ഫോഴ്സസ്, ഡ്യൂ ടു ദീസ് ഫോഴ്സസ് ഇറ്റ് വിൽ ബി അട്രാക്റ്റഡ് ഈച്ച് അതർ അല്ലേ? അപ്പോൾ ഇവിടെ ഉണ്ടായ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, രണ്ട് പാരലൽ കറൻസ് ഫ്ലോ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഇടയ്ക്കുള്ള ഫോഴ്സ് എന്ന് പറയുന്നത് ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് ആയിരിക്കും. For the parallel currents, if the two currents are flowing in parallel direction, then there will be an attractive force between these two conductors. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ വ്യക്തമായത് മനസ്സിലാകുന്നു. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ, രണ്ട് കറണ്ട് ക്യാരിങ് കണ്ടക്ടർ നമ്മൾ വെക്കുകയുണ്ടായി. അതിൽ രണ്ടിലൂടെയും പോകുന്ന ഫീൽഡ് കണ്ടെത്തി, രണ്ട് കണ്ടക്ടറിനും അനുഭവപ്പെടുന്ന ഫോഴ്സ് കണ്ടെത്തിയപ്പോൾ രണ്ടിൻ്റെയും മാഗ്നിറ്റ്യൂഡ് സെയിം ആണെന്ന് കിട്ടി, രണ്ടിൻ്റെയും ഡയറക്ഷൻ ഓപ്പോസിറ്റാണെന്ന് കിട്ടി. ഇനി നമ്മൾ ഇതിന് തിരിച്ച് ചിന്തിക്കാം. അതായത് രണ്ടിൻ്റെയും ഡയറക്ഷൻ ഒന്ന് റിവേഴ്സായി ചിന്തിക്കുക. അതായത് ഈ സിറ്റുവേഷൻ തന്നെ നമ്മൾ ഒന്ന് ചെറുതായി മോഡിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നോക്കുക, ഞാനിവിടെ കണ്ടക്ടർ ഇതേപോലെ തന്നെ വരയ്ക്കുന്നു. രണ്ട് കണ്ടക്ടർ, ദിസ് ഈസ് അവർ കണ്ടക്ടർ എ, ദിസ് ഈസ് അവർ കണ്ടക്ടർ ബി. ദെൻ IA ഈസ് ദ കറണ്ട് ഫ്ലോയിങ് ത്രൂ ദിസ് ആൻഡ് IB ഈസ് ഫ്ലോയിങ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഓക്കെ, അപ്പോൾ എന്തായിരിക്കും ഇവിടെ അനുഭവപ്പെടുന്ന ഫോഴ്സ്? എങ്ങനെയായിരിക്കും മാഗ്നറ്റിക് ഫീൽഡ്? എങ്ങനെയായിരിക്കും ഇങ്ങനെ മാഗ്നറ്റിക് ഫീൽഡ് വരിക? മാഗ്നറ്റിക് ഫീൽഡ് നമ്മളിങ്ങനെ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ ഉപയോഗിക്കുമ്പോൾ ഇറ്റ് വിൽ ബി ടുവേഴ്സ് ഇൻ ടു ദ ബ്ലാക്ക് ബോർഡ്. അപ്പോൾ അവിടെ നമ്മൾക്ക് BA എങ്ങനെ കാണിക്കാം? BAയുടെ ഡയറക്ഷൻ ഇങ്ങനെ തന്നെ ആയിരിക്കും, BA. ഓക്കെ, ഇനി നമ്മൾ തിരിച്ച് ഇതിന് നോക്കൂ, ഇത് തിരിച്ച് ഇങ്ങനെ എടുക്കേണ്ടത്. അതായത് ഈ കറണ്ട് ഇങ്ങനെ ആകുമ്പോൾ നമ്മൾ ഇങ്ങനെയാണ് പിടിക്കേണ്ടത്. അപ്പോൾ എങ്ങനെ വരും? ഇങ്ങനെ പിടിക്കുന്ന സമയത്ത് ഇതിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടാണ് വരിക? ഇത് ഈ തരത്തിലാണെങ്കിൽ നേരെ ഉള്ളിലേക്കാണെങ്കിൽ ഇത് നേരെ പുറത്തേക്ക് ഇങ്ങനെയാണ് വരിക. അപ്പോൾ
ഇറ്റ് ഈസ് ടുവേഴ്സ് ഇറ്റ്. അതായത് ഇങ്ങനെ നമ്മൾ പിടിക്കുകയാണെങ്കിൽ നോക്കും, ഇങ്ങനെയാണ് കണ്ടക്ടർ പിടിക്കുന്നതെങ്കിൽ നമ്മുടെ ഫിംഗർ പോകുന്ന ഉള്ളിലേക്കാണ്. അപ്പോൾ ഇവിടെ ബിയുടെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി അഗെയിൻ ടുവേഴ്സ് ദി ബ്ലാക്ക് ബോർഡ്. നേരത്തെ നിന്ന് ഓപ്പോസിറ്റാണ്. അതായത് നമ്മൾ തിരിച്ച് കറണ്ട് മാറിയപ്പോൾ ഇവിടെ ബിയുടെ ഡയറക്ഷൻ മാറി. ഇനി നമുക്കിവിടെ എഫ് എ ബിയും അതുപോലെ എഫ് ബി എയും കാണാം. എന്തായിരിക്കും എഫ് ബിയുടെ ഡയറക്ഷൻ? എഫ് ബി എന്ന് പറഞ്ഞാൽ ഇവിടെ നേരത്തെ പോലെ ഫ്ലെമിംഗ്സ് റൂൾ അപ്ലൈ ചെയ്യുക. എഫ് ബി എന്ന് പറഞ്ഞാൽ ഇവിടെ നേരത്തെ ഇതേപോലെ തന്നെ അപ്ലൈ ചെയ്യുന്നു. കറണ്ടിൻ്റെ ഡയറക്ഷൻ നേരെ എങ്ങോട്ടായിരിക്കും? താഴത്തേക്കാണ്. അതുപോലെ മാഗ്നറ്റിക് ഫീൽഡ് എങ്ങോട്ടാണ്? ഉള്ളിലേക്കാണ്. മാഗ്നറ്റിക് ഫീൽഡ് ഉള്ളിലേക്കാണ്, കറണ്ട് താഴത്തേക്കാണ്. അപ്പം എൻ്റെ തമ്പ് നോക്കൂ, തമ്പ് ഇങ്ങോട്ടാണ്. അപ്പോൾ ഈ ഡയറക്ഷൻ ഇങ്ങോട്ടായിരിക്കും. അതായത് എഫ് ബി എയുടെ ഡയറക്ഷൻ എന്ന് പറയുന്നത് നേരെ റൈറ്റിലേക്കാണ്. ഇവിടെ നമുക്ക് റൂൾ അപ്ലൈ ചെയ്യാം. റൂൾ അപ്ലൈ ചെയ്യുമ്പോൾ നോക്കൂ, ഇതേപോലെ റൂൾ അപ്ലൈ ചെയ്യുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ഉള്ളിലേക്കാണ്, കറണ്ട് മുകളിലേക്കാണ്. അപ്പോൾ നോക്കൂ, മാഗ്നറ്റിക് ഫീൽഡ് ഉള്ളിലേക്ക്, സെൻട്രൽ ഫിംഗർ കറണ്ട് മുകളിലേക്ക്. അപ്പോൾ നോക്കൂ, ഈ തമ്പ് ഇങ്ങോട്ടാണ്. ദാറ്റ് ഈസ് എഫ് ബി എ. സോറി, എഫ് ബി എ അല്ല, എഫ് എ ബി. എഫ് എ ബിയുടെ ഡയറക്ഷൻ നേരെ ഇങ്ങോട്ടാണ്. ഇവിടെ എഫ് ബിയുടെ ഡയറക്ഷൻ നേരെ ഇങ്ങോട്ടാണ്. അപ്പോൾ നേരത്തെ റിവേഴ്സാണ്. ഇവിടെ രണ്ടും അട്രാക്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ കറണ്ട് രണ്ട് ഫോഴ്സുകളും തമ്മിൽ എന്താ ചെയ്യുന്നത്? റിപ്പൽ ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, റിപ്പൽ ചെയ്യപ്പെടുക ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലായത്, ഇഫ് ടു കറണ്ട്സ് ആർ ഫ്ലോയിങ് ഇൻ ആൻറ്റി പാരലൽ ഡയറക്ഷൻ ഓർ ഇഫ് ദ കറണ്ട് ഈസ് നോട്ട് പാരലൽ അല്ല എന്നുള്ളത് മാത്രമല്ല, ഇഫ് ദ ആർ ആൻറ്റി പാരലൽ ദെൻ ദ ഫോഴ്സ് ബിറ്റ്വീൻ ദം വിൽ ബി റിപ്പൾസീവ്. ഓക്കെ, റിപ്പൾസീവ്. അപ്പോൾ നമുക്കൊരു പ്രധാന കൺസെപ്റ്റ് കിട്ടിയത്, പാരലൽ കറണ്ട്സ്, പാരലായ കറണ്ടുകളാണെങ്കിൽ ദേ വിൽ അട്രാക്ട് ഈച്ച് അതർ ആൻഡ് ഇഫ് ദ കറണ്ട്സ് ആർ നോട്ട് പാരലൽ ദെൻ ദേ വിൽ റിപ്പൽ ഈച്ച് അതർ. ഈ രണ്ട് കൺസെപ്റ്റാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ നമ്മളിതിനെ സമ്മപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈ രണ്ട് കൺസെപ്റ്റാണ് നമുക്ക് കിട്ടുന്നത്. പാരലായ കറണ്ടുകൾ, പാരലൽ കറണ്ട്സ്, parallel currents attract each other, and if their current is not parallel or anti-parallel currents, anti-parallel currents repel each other. Okay, ഇനി ഈ ലോ നിങ്ങൾ ഇതിനോട് സാമ്യമുള്ള ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ പഠിക്കേണ്ടത്, പക്ഷേ നേരെ തിരിച്ചാണ് പഠിച്ചിരുന്നത്. ലൈക്ക് ചാർജസ് റിപ്പൽ ഈച്ച് അതർ ആൻഡ് അൺലൈക്ക് ചാർജസ് അട്രാക്ട് ഈച്ച് അതർ. അല്ലേ, ലൈക്ക് ചാർജസ് ആണ്. രണ്ട് പോസിറ്റീവ് ചാർജ് രണ്ട് നെഗറ്റീവ് ചാർജ് അടുത്തെടുത്തിരിക്കുകയാണെങ്കിൽ അവിടെ നടക്കുന്നത് റിപ്പൾഷനാണ്. പക്ഷേ ഇവിടെ ഒരേപോലെ ഡയറക്ഷനിലാണ് കറണ്ട് ഒഴുകുന്നതെങ്കിൽ അവിടെ നടക്കുന്നത് അട്രാക്ഷനാണ്. അപ്പോൾ അതിൻ്റെ ഒരു കോൺട്രാസ്റ്റ് മനസ്സിലാക്കുക. കറണ്ടിൻ്റെ കേസിൽ പാരലൽ കറണ്ട്സ് അട്രാക്ട് ഈച്ച് അതർ ആൻഡ് ആൻറ്റി പാരലൽ കറണ്ട്സ് റിപ്പൽ ഈച്ച് അതർ. ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ ലൈക്ക് ചാർജസ് റിപ്പൽ ഈച്ച് അതർ ആൻഡ് അൺലൈക്ക് ചാർജസ് അട്രാക്ട് ഈച്ച് അതർ. ഇത്രയും കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ഇതിൽ മനസ്സിലാക്കിയത്. അതായത് ഫോഴ്സ് ആക്ടിങ് ഓൺ എ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിൻ്റെ പ്രിൻസിപ്പിൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ രണ്ട് കണ്ടക്ടേഴ്സ് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഇടയ്ക്ക് അനുഭവപ്പെടുന്ന ഫോഴ്സിൻ്റെ എക്സ്പ്രഷൻ കണ്ടെത്തി. രണ്ട് എക്സ്പ്രഷൻ നമുക്ക് കിട്ടിയത് μ0 IA IB ഡിവൈഡ് ബൈ 2πd ഇൻറ്റു L. L എന്ന് പറയുന്നത് നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്ന ആ ലെങ്ത് ആണ്. നെക്സ്റ്റ് വി ഹാവ് ടു ഡിഫൈൻ ദ SI യൂണിറ്റ് ഓഫ് കറണ്ട്. യു നോ SI യൂണിറ്റ് ഓഫ് കറണ്ട് ഈസ് ആംപിയർ. അപ്പോൾ നമുക്ക് ഈ ഫോഴ്സിൻ്റെ എക്സ്പ്രഷൻ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എങ്ങനെയാണ് ആംപിയറിനെ ഡിഫൈൻ ചെയ്യാൻ നോക്കാം. നമ്മൾ പഠിച്ച എക്സ്പ്രഷൻ, ഫോഴ്സ് ആക്ടിങ് ബിറ്റ്വീൻ ടു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടേഴ്സ് A and B for a length L is equal to μ0 IA IB divided by 2πd into L. ദെൻ നമ്മൾ യൂണിറ്റ് ലെങ്ത്തിനുള്ള ഫോഴ്സാണ് എടുക്കണമെങ്കിൽ, അതായത് എഫ് എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നത് എഫ് എ ബി, സ്മോൾ ലെറ്റർ എഫ് എ ബി എന്ന് എടുക്കുന്നതെങ്കിൽ ഫോഴ്സ് ആക്ടിങ് ഓൺ ദി കണ്ടക്ടർ എ ബൈ ദ കണ്ടക്ടർ ബി എന്നാണ് നൊട്ടേഷൻ. അപ്പോൾ എഫ് എ ബി ഈസ് ഈക്വൽ ടു എഫ് എ ബി ഡിവൈഡഡ് ബൈ എന്ന് പറഞ്ഞാൽ യൂണിറ്റ് ലെങ്ത് ആകുമ്പോൾ എൽ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് എക്സ്പ്രഷൻ എന്തായി മാറും? μ0 IA IB ഡിവൈഡഡ് ബൈ 2πd. ഈ എക്സ്പ്രഷനിൽ നമ്മൾ ഐയുടെ വാല്യൂ ഇൻ SI യൂണിറ്റ് ഇറ്റ് ഈസ് ടേക്കൺ ആസ് 1, IB ഇറ്റ് ഈസ് ടേക്കൺ ആസ് 1, D ഈസ് ടേക്കൺ ആസ് 1 മീറ്റർ. അങ്ങനെ ഓരോന്നുമായിട്ട് 1 മീറ്റർ എടുക്കുക. IA ഈസ് ടേക്കൺ ആസ് 1, IB ഈസ് ടേക്കൺ ആസ് 1, D ഈസ് ടേക്കൺ ആസ് 1 മീറ്റർ. ഇത് SI യൂണിറ്റിലാണ് എടുത്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ വാട്ട് വിൽ ബി ദ വാല്യൂ ഓഫ് FAB? ഇങ്ങനെ എഴുതാൻ പറ്റും. FAയുടെ വാല്യൂ നമുക്കറിയാം, μ0ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 4π ഇൻറ്റു 10⁻⁻⁷ ആണ്. ഐയുടെ വാല്യൂ ഞാൻ 1 എടുത്തു, IBയുടെ വാല്യൂ 1 എടുത്തു, 2π ഇൻറ്റു ഡിയുടെ വാല്യൂ എന്ന് പറയുന്നത് 1 എടുത്തു. എല്ലാം പൈ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ 2 ഇൻറ്റു 10⁻⁷. ഇത് ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത് ആയതുകൊണ്ട് ന്യൂട്ടൺ പെർ മീറ്റർ. അപ്പോൾ ഇവിടെ അനുഭവപ്പെടുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് 2 ഇൻറ്റു 10⁻⁷ ന്യൂട്ടൺ പെർ മീറ്റർ. എപ്പോഴാണ് ഇങ്ങനത്തെ ഒരു ഫോഴ്സ് അനുഭവപ്പെടുന്നത്? അതായത് രണ്ട് ഇൻഫിനിറ്റി
ലോങ് ആയിട്ടുള്ള 2 കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ എടുക്കുകയും അതിലൂടെ പോകുന്ന കറണ്ട് 1 ആംപിയർ ആവുകയും അതിൻ്റെ ഇടയ്ക്കുള്ള സെപ്പറേഷൻ 1 മീറ്റർ ആയിരിക്കുകയും അത് വെച്ചിരിക്കുന്ന വാക്വത്തിലുമാണെങ്കിൽ അവിടെ അനുഭവപ്പെടുന്ന ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത് എന്ന് പറയുന്നത് 2 × 10⁻⁷ ന്യൂട്ടൺ ആയിരിക്കും. ഓക്കെ, നമ്മൾ ഇത്രേ മനസ്സിലാക്കുള്ളൂ. 2 ഇൻഫിനിറ്റ്ലി ലോങ് ആയിട്ടുള്ള അല്ലെങ്കിൽ ലോങ് ആയിട്ടുള്ള 2 കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ എടുക്കുന്നു. അതിൽ രണ്ടിലൂടെയും പോകുന്ന കറണ്ട് 1 ആംപിയർ വെച്ചിട്ടാണെങ്കിൽ ഇതിൻ്റെ ഇടയ്ക്കുള്ള സെപ്പറേഷൻ 1 മീറ്ററുമാണെങ്കിൽ അവിടെ അനുഭവപ്പെടുന്ന ഫോഴ്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 2 × 10⁻⁷ ന്യൂട്ടൺ പെർ യൂണിറ്റ് ലെങ്ത് ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് അങ്ങനെ എൻ്റെ ഡെഫിനേഷൻ എഴുതുകയാണെങ്കിൽ one ampere is that current flowing through 2 long straight parallel conductors of negligible area cross section. എന്ന് പറഞ്ഞാൽ ഇത് വളരെ ക്രോസ് സെക്ഷൻ കുറഞ്ഞ വയറാണ് എടുക്കുന്നത്. നെഗ്ലിജിബിൾ ഏരിയ ക്രോസ് സെക്ഷൻ സെപ്പറേറ്റഡ് by a distance of 1 meter. എവിടെ വെക്കണം? പ്ലേസ് ഇൻ വാക്വം. വാക്വത്തിലായതുകൊണ്ട് നമ്മൾ മ്യൂനോട്ട് നിന്ന് എടുക്കാൻ പറ്റിയത്, അല്ലെങ്കിൽ അതനുസരിച്ച് മ്യൂനോട്ട് അല്ല വാല്യൂ എടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ വാക്വത്തിലായതുകൊണ്ട് മ്യൂനോട്ട് നിന്ന് എടുക്കാൻ കാരണം at a distance of 1 meter place in vacuum will experience on each other a force of 2 × 10⁻⁷ Newton per meter. Okay, ഒന്നുകൂടി പറയാം. 1 ampere is that current flowing through 2 long straight parallel conductors of negligible area cross section separated at a distance of 1 meter placed in vacuum will experience on each other a force of 2 × 10⁻⁷ Newton per meter. അപ്പോൾ ആ ഇക്വേഷൻ എഴുതിയതിന് ശേഷം അവിടെ ഐയും ഐ ബിയും 1 കൊടുത്ത് ഡിയും 1 കൊടുത്ത് കിട്ടുന്ന ഫോഴ്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഈ തരത്തിലായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളൊരു ഫോഴ്സ് അനുഭവപ്പെടുകയാണെങ്കിൽ ആ 2 കണ്ടക്ടേഴ്സിലൂടെ ഒഴുകുന്ന കറണ്ട് എന്ന് പറയുന്നത് 1 ആംപിയർ ആയിരിക്കും. ഇതേപോലെ നമുക്ക് ഇതേ ഡെഫിനിഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ നമ്മൾ ഒന്നാമത്തെ ലെസണിൽ പഠിച്ച SI യൂണിറ്റ് ഓഫ് ചാർജ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? കുളമായിരുന്നു അല്ലേ? അപ്പോൾ കുളം വേണമെങ്കിൽ നമുക്ക് ഡിഫൈൻ ചെയ്യാം. വാട്ട് വാസ് 1 കുളം, അല്ലെങ്കിൽ നമുക്ക് ആംപിയർ കുളം നമ്മുടെ റിലേഷൻ എഴുതാം. 1 ആംപിയർ ഈസ് ഈക്വൽ ടു 1 കുളം പെർ 1 സെക്കൻഡ്. അല്ലെങ്കിൽ എങ്ങനെ എഴുതാം? നമുക്ക് 1 കുളം എങ്ങനെ ഡിഫൈൻ ചെയ്യാം? അതായത് ഇഫ് എ കറണ്ട് ഓഫ് 1 ആംപിയർ ഈസ് ഫ്ലോയിങ് ത്രൂ എ കണ്ടക്ടർ ത്രൂ എ ക്രോസ് സെക്ഷൻ, ദെൻ ദ current flowing through that the charge flowing through that cross section is 1 coulomb. Okay, if a current of 1 ampere is flowing through a conductor, then the charge flowing through the cross section of the conductor is 1 coulomb. ഇങ്ങനെ നമുക്ക് കുളംൻ്റെ ഡെഫിനിഷൻ ചെയ്യാം. SI യൂണിറ്റ് ഓഫ് ചാർജ് ആണ് കുളം, അതുപോലെ SI യൂണിറ്റ് ഓഫ് കറണ്ട് ആണ് ആംപിയർ. നമുക്കൊരു പ്രോബ്ലം ഇതുമായി ബന്ധപ്പെട്ട് നോക്കാം. 2 long parallel straight wires A and B carrying currents of 8 ampere and 5 ampere in the same direction are separated by a distance of 4 centimeter. Estimate the force on 10 centimeter section of wire. നമ്മൾ വരച്ചിട്ടുണ്ട് 2 കണ്ടക്ടേഴ്സ്, എ എന്നുള്ള കണ്ടക്ടർ ബി എന്നുള്ള കണ്ടക്ടർ. ഇതിലൂടെ പോകുന്ന കറണ്ട് 8 ആംപിയർ, ഇതിലൂടെ പോകുന്ന കറണ്ട് 5 ആംപിയർ തന്നുണ്ട്. ദെൻ ഡിസ്റ്റൻസ് ഈസ് 4 സെൻറ്റിമീറ്റർ. എന്താ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? എസ്റ്റിമേറ്റ് ദ ഫോഴ്സ് ഓൺ 10 സെൻറ്റിമീറ്റർ സെക്ഷൻ ഓഫ് ദി വയർ. എ എന്നുള്ള വയറിൻ്റെ 10 സെൻറ്റിമീറ്റർ സെക്ഷനിൽ അനുഭവപ്പെടുന്ന ഫോഴ്സാണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്കറിയാവുന്ന ഇക്വേഷൻ അപ്ലൈ ചെയ്താൽ മതി. ഫോഴ്സ് ആക്ടിങ് ഓൺ ദി കണ്ടക്ടർ എ ഓൺ ബി. നമുക്ക് തൽക്കാലം എഫ് എന്ന് മാത്രമേ എഴുതുന്നു. നമ്മുടെ ഇക്വേഷൻ എന്താണ്? μ0 IA എന്ന് പറഞ്ഞാൽ ഇതിലൂടെ പോകുന്ന കറണ്ട് IA IB ഇൻറ്റു L ഡിവൈഡഡ് ബൈ 2πd അല്ലേ? എൽ എന്നുള്ള ലെങ്ത്തിന് ഉണ്ടാവുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് μ0 IA IB ഡിവൈഡ് ബൈ 2πd ഇൻറ്റു L. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷനാണ്. നമുക്ക് എല്ലാ ഡാറ്റയും തന്നിട്ടുണ്ട്. μ0ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 4π × 10⁻⁷ ആണ്. IAയുടെ വാല്യൂ 8 ആണ്. IB എന്ന് പറയുന്നത് 5 ആണ്. ലെങ്ത് എന്ന് പറയുന്നത് എ എന്നുള്ള കണ്ടക്ടറിൻ്റെ ഈ
ലെങ്ത്ത് എൽ എന്നുള്ള ലെങ്ത്തിന് അനുഭവപ്പെടുന്ന ഫോഴ്സാണ് കണ്ടുപിടിക്കുന്നത്. 10 സെൻറ്റിമീറ്റർ ആണ്. സോ 10 × 10⁻²- ഡിവൈഡഡ് ബൈ 2 × 2π × d എന്ന് പറയുന്നത് സെപ്പറേഷനാണ്. 4 × 10⁻². ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ആൻസർ 2 × 10⁻⁻5 ന്യൂട്ടൺ എന്നുള്ളതായിരിക്കും. ഇവിടെ അതാണ് അനുഭവപ്പെടുന്ന ഫോഴ്സ്. ഈ 10 സെൻറ്റിമീറ്റർ അനുഭവപ്പെടുന്ന ഫോഴ്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 2 × 10⁻5 ന്യൂട്ടൺ ആയിരിക്കും. ഇതിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും? അതുപോലെ ഇതിൻ്റെ നാച്ചർ എന്തായിരിക്കും? നമുക്കറിയാം 2 പാരലൽ കറൻസ് ആണ്. അപ്പോൾ ഇതിൻ്റെ നാച്ചർ ഓഫ് ദി ഫോഴ്സ് വിൽ ബി അട്രാക്റ്റീവ് ഫോഴ്സ് ആയിരിക്കും. അതുപോലെ ദി ഡയറക്ഷൻ വിൽ ബി ടുവേഴ്സ് ദി കണ്ടക്ടർ ബി. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഇത്തരത്തിലുള്ള പ്രോബ്ലംസും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ടതാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് ഫോഴ്സ് ആക്ടിങ് ബിറ്റ്വീൻ 2 പാരലൽ കണ്ടക്ടേഴ്സ് എന്താണെന്നുള്ളത് കണ്ടെത്തി. എ എന്നുള്ള കണ്ടക്ടറിന്മേൽ ബി എക്സർട്ട് ചെയ്യുന്ന ഫോഴ്സും ബിയിൽമേൽ എ എക്സർട്ട് ചെയ്യുന്ന ഫോഴ്സിൻ്റെയും മാഗ്നിറ്റ്യൂഡ് സെയിമാണ്. FAB = μ0 IA IB / 2πd × L എന്നുള്ള ലെങ്ത് എടുക്കുകയാണെങ്കിൽ ആ ഒരു കാര്യം കൂടി മനസ്സിലാക്കി. ലൈക്ക് കറൻസ് ആണെങ്കിൽ ദേ വിൽ അട്രാക്ട് ഈച്ച് അതർ, അല്ലെങ്കിൽ പാരലൽ കറൻസ് വിൽ അട്രാക്ട് ഈച്ച് അതർ ആൻഡ് ആൻറ്റി പാരലൽ കറൻസ് ഓർ ഇഫ് ദ കറൻസ് ആർ ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഇറ്റ് വിൽ അട്രാക്ട് ഈച്ച് അതർ. ഇത് നേരെ റിപ്പൽ ഈച്ച് അതർ. ഇറ്റ് വിൽ റിപ്പൽ ഈച്ച് അതർ. ഏതിൻ്റെ റിവേഴ്സാണ്? നമ്മുടെ ഇലക്ട്രോസ്റ്റാറ്റിക് കേസിൽ ലൈക്ക് ചാർജസ് വിൽ റിപ്പൽ ഈച്ച് അതർ ആൻഡ് അൺലൈക്ക് ചാർജസ് വിൽ അട്രാക്ട് ഈച്ച് അതർ. അത് നേരെ റിവേഴ്സാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. പിന്നെ നമ്മൾ കറണ്ടിൻ്റെ യൂണിറ്റ് ആംപിയർ ഡിഫൈൻ ചെയ്തു. 1 ആംപിയർ ഇസ് ദാറ്റ് കറണ്ട് വിച്ച് ഫ്ലോയിങ് ത്രൂ ലോങ് പാരലൽ സ്ട്രൈറ്റ് കണ്ടക്ടേഴ്സ് ഓഫ് negligible area cross section separated by a distance of 1 meter placed in vacuum will experience a force of 2 × 10⁻⁷ ന്യൂട്ടൺ പെർ മീറ്റർ എന്നുള്ള ആ ഒരു ഡെഫിനിഷൻ നമ്മൾ പഠിക്കുകയുണ്ടായി. അതിനുശേഷം അതിൻ്റെ പ്രോബ്ലംസും ചെയ്തു. നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത്. ഇനി അടുത്ത വീഡിയോയിൽ നമ്മൾ ടോർക്ക് ആക്ടിങ് ഓൺ എ റെക്ടാങ്കുലർ ലൂപ്പ് എന്നുള്ള NCERT ടെക്സ്റ്റിലെ അടുത്ത ടോപ്പിക്ക് പഠിക്കും. അപ്പോൾ നിങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട ഇത്തരത്തിലുള്ള വീഡിയോസ് കാണാനുള്ളവരൊക്കെ വീഡിയോ കാണുക. അടുത്ത വീഡിയോ അധികം വേഗം തന്നെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി.